എവ്രിവൺ, ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് പേപ്പർ 1-ലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന യൂണിറ്റിൽ 2021 വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാ ഷുവർ ടോപ്പിക്സും കവർ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. Post-positivism is related to which one of the following philosophies? Post-positivism എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏത് ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ക്രിട്ടിക്കൽ റിയലിസം, എംപിരിസം, ഒബ്ജക്റ്റിവിസം, സബ്ജക്റ്റിവിസം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ക്രിട്ടിക്കൽ റിയലിസം ആണ്. നമുക്കിവിടെ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് സബ്ജക്റ്റിവിസം വരുമോ എന്നുള്ളത്. എംപിരിസവും ഒബ്ജക്റ്റിവിസവും എന്തായാലും വരില്ല നമുക്കറിയാം, കാരണം അത് പോസിറ്റിവിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇവിടെ ഡൗട്ട് വരാൻ സാധ്യത ക്രിട്ടിക്കൽ റിയലിസം ആണോ അതോ സബ്ജക്റ്റിവിസം ആണോ ആൻസർ എന്നതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് പോസിറ്റിവിസം സബ്ജക്റ്റീവ് ഇൻ നേച്ചർ ആണെന്ന്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് ഫിലോസഫിയുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ്. സോ കറക്റ്റ് ആൻസർ വരാൻ ക്രിട്ടിക്കൽ റിയലിസം ആണ്. ക്രിട്ടിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ്. റിയൽ വേൾഡും ഒബ്സർവബിൾ വേൾഡും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് ക്രിട്ടിക്കൽ റിയലിസം. നമുക്കറിയാം പോസിറ്റിവിസത്തിന്റെ ഓപ്പോസിറ്റ് ആണ് പോസിറ്റിവിസം. പോസിറ്റിവിസത്തിൽ വരുന്നതാണ് റിയലിസം. അപ്പൊ റിയലിസത്തിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ക്രിട്ടിക്കൽ റിയലിസം. പോസിറ്റിവിസത്തിൽ എന്താ പറയുന്നത്? സയൻസിലൂടെയും എംപിരിസത്തിലൂടെയും പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രമേ നോളജ് ആയിട്ട് എടുക്കാൻ പറ്റൂ എന്നതാണ് പോസിറ്റിവിസത്തിൽ പറയുന്നത്. എന്നാൽ പോസിറ്റിവിസം ഈ പോസിറ്റിവിസം കൺസെപ്റ്റിനെ റിജക്ട് ചെയ്യണം. എന്നിട്ട് പറയാണ് റിസർച്ചറിന്റെ നോളജും ബാക്ക്ഗ്രൗണ്ടും അവരുടെ വാല്യൂസും എല്ലാം ഒബ്സർവേഷനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു സയന്റിസ്റ്റ് ആണെങ്കിലും അവരുടെ ഒബ്സർവേഷനും ബയാസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ക്രിട്ടിക്കൽ റിയലിസം. ഇനി അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ് മെയിൻലി എയിം അറ്റ് ഡെവലപ്പിംഗ് ഹൈപ്പോത്തസിസ് ഓർ ക്വസ്റ്റ്യൻസ് ഫോർ ഫർദർ റിസർച്ച്. സ്റ്റേറ്റ്മെന്റ് 2, ദ ഗോൾ ഓഫ് ഫോർമൽ സ്റ്റഡി ഈസ് ടു ടെസ്റ്റ് ഹൈപ്പോത്തസിസ് ഓർ ആൻസർ ദ ക്വസ്റ്റ്യൻ പൊസസ്ഡ്. In the light of above statement, choose the correct answer from the options given below. ഇവിടെ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ചിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുക? ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അധികം റിസർച്ച് ഒന്നും കണ്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച് ആണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അതിലൂടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻസ് എല്ലാം ലഭിക്കും. അതുകൊണ്ട് തന്നെ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ റിസർച്ച് ചെയ്യുന്നവർക്ക്, ഫ്യൂച്ചറിൽ ഈ സെയിം ഏരിയയിൽ റിസർച്ച് ചെയ്യുന്നവർക്ക് ഹൈപ്പോതെസിസ് ഡെവലപ്പ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാനും സഹായിക്കും. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ഇനി അടുത്താണ് സ്റ്റേറ്റ്മെന്റ് 2, ദ ഗോൾ ഓഫ് ഫോർമൽ സ്റ്റഡി ഈസ് ടു ടെസ്റ്റ് ദ ഹൈപ്പോതെസിസ് ഓർ ആൻസർ ദ ക്വസ്റ്റ്യൻ പൊസസ്ഡ്. ഇവിടെ ഫോർമൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ മെയിൻ എയിം എന്താണ്? ഹൈപ്പോതെസിസ് ടെസ്റ്റ് ചെയ്യുക എന്നാണ് മെയിൻ എയിം. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ്. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ വരിക. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഇതിൽ ഏതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എക്സ്പെരിമെന്റൽ റിസർച്ച്, എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് സർവേ റിസർച്ച്, ഗ്രൗണ്ടഡ് തിയറി റിസർച്ച്. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും വരിക? ഗ്രൗണ്ടഡ് തിയറി റിസർച്ച് ആണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്നത്. ഗ്രൗണ്ടഡ് തിയറി റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർച്ചർ കളക്ട് ചെയ്യുന്ന ഡാറ്റയിലൂടെ റിസർച്ചർ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് ഗ്രൗണ്ടഡ് തിയറി റിസർച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് എംപെരിക്കോ ഇൻഡക്റ്റീവ് പാരഡൈം ഓഫ് റിസർച്ച്. എംപെരിക്കോ ഡിഡക്റ്റീവ് റിസർച്ചിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫീച്ചേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് റിസർച്ച് ഇസ് കൺസേൺഡ് വിത്ത് ദ പ്രോസസ് റാദർ ദാൻ സിംപ്ലി വിത്ത് ദ ഔട്ട്കംസ് ഓർ പ്രൊഡക്ട്സ്, based on logical positivist philosophy which assumes a single objective reality. Researchers are concerned with what are called participant perspective, attempts to establish universal context-free generalization. Choose the most appropriate answers from the options given below. ഒരു റിസർച്ചിൽ ഉണ്ടാവുന്ന എംപെരിക്കോ ഇൻഡക്റ്റീവ് പാരഡൈമിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 2 ടൈപ്പ് ഓഫ് റിസർച്ചും കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എംപെരിക്കൽ റിസർച്ചും ഇൻഡക്റ്റീവ് റിസർച്ചും. ഇവിടെ ഇത് എംപെരിക്കോ ഇൻഡക്റ്റീവ് പാരഡൈമായി. ഈ ഒരു ടൈപ്പ് ഓഫ് റിസർച്ചിൽ റിയാലിറ്റിയെ ഡെപിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവ് ആണ്. ഈ ഒരു റിസർച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രോസസ്സിനാണ്, ഔട്ട്കത്തിനല്ല ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടുത്തെ പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്പെസിഫിക് കേസസിൽ നിന്നും എംപെരിക്കൽ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ ജനറലൈസ് ചെയ്യും. ഈ ഒരു റിസർച്ചിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് റിയാലിറ്റി ഡിസ്കവർ ചെയ്യുക എന്നതാണ്, അല്ലാതെ ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുക എന്നതല്ല. ഇവിടെ പാർട്ടിസിപ്പൻസിന്റെ പെർസ്പെക്റ്റീവിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന സാമ്പിളിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലെ എ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അതായത് പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഔട്ട്കത്തിനല്ല. പിന്നെ കറക്റ്റ് ആയിട്ട് വരുന്നത് സി സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പാർട്ടിസിപ്പൻസിന്റെ പെർസ്പെക്റ്റീവിനാണ്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, എയും സിയും. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. Statement 1. If we are interested in the world view of members of a certain social group, a qualitative research strategy that is sensitive to how participants interpret their social world may be preferable. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്, if a researcher is interested in a topic on which little or no research has been done in the past, quantitative research may be easy to employ because there is little prior literature from which to draw leads. In the light of above statements, choose the most appropriate answers from the options given below. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് പറയുന്നത്? ഒരു സോഷ്യൽ ഗ്രൂപ്പിനെ പറ്റി പഠിക്കുമ്പോൾ അവിടെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് പ്രിഫറബിൾ എന്നാണ് സ്റ്റേറ്റ്മെന്റ് 1 കൊടുത്തിട്ടുള്ളത്. അത് ശരിയാണ്. ഇവിടെ 2-3 കീവേഡ്സ് വരുന്നുണ്ട്. അതായത് സോഷ്യൽ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്, അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസ് എങ്ങനെ അവരുടെ സോഷ്യൽ വേൾഡിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നതും ഇവിടെ പഠിക്കുന്നുണ്ട്. സോ അത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, ഒരു റിസർച്ചർ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തത് അധികം റിസർച്ചസ് നടക്കാത്തൊരു ടോപ്പിക് ആണെങ്കിൽ അവിടെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത് എന്നതാണ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് പാസ്റ്റിൽ ലിറ്റിൽ അല്ലെങ്കിൽ നോ റിസർച്ച് ആണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവിടെ നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ് യൂസ് ചെയ്യുക. അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അല്ല, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. മറ്റൊരു കീവേഡ് കൂടി ഈ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ട്, ലിറ്റിൽ പ്രയർ ലിറ്ററേച്ചർ. അത് ഏത് റിസർച്ചിന് വരുന്നതാണ്? ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ് അധികം ലിറ്ററേച്ചർ റിവ്യൂവിന്റെ ആവശ്യമില്ലാത്തത്. മെയിൻ റോൾ ലിറ്ററേച്ചർ റിവ്യൂവിന് ഏത് റിസർച്ചിലാണുള്ളത്? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് ഉള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 റോങ് ആണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. അടുത്തത് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 റിസർച്ചിന്റെ സ്റ്റെപ്സും ലിസ്റ്റ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. റിസർച്ചിന്റെ സ്റ്റെപ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് റിസർച്ച് പ്രോബ്ലം ഡെഫിനിഷൻ, ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ഹൈപ്പോത്തസിസ്, ഡിസൈൻ ഓഫ് റിസർച്ച്, ഡാറ്റ അനാലിസിസ്. ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ടെക്നിക്സ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ, ഡെവലപ്മെന്റ് ഓഫ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് വിച്ച് ഇസ് ഇൻ accord with the hypothesis of the research, defining the variables to be related in unambiguous terms, academic and social value of the research questions to be weighted. Choose the correct answer from the option given below. സോ റിസർച്ച് പ്രോബ്ലം ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ സ്റ്റഡിയുടെ പ്രോബ്ലം എന്താണോ അത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക എന്നതാണ്. പ്രോപ്പർ ആയിട്ട് നമ്മൾ റിസർച്ച് പ്രോബ്ലം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എ മാച്ച് ആവുന്നത് 4ഉമായിട്ടാണ്. അക്കാഡമിക് ആൻഡ് സോഷ്യൽ വാല്യൂ ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻസ് ടു ബി വെയ്റ്റഡ്. സോ ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ബാക്കി കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ഹൈപ്പോത്തസിസ്. ഈ ഒരു സ്റ്റേജിലാണ് ഡിഫറെന്റ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. അടുത്തതാണ് ഡിസൈൻ ഓഫ് ദ റിസർച്ച്. ഡിസൈൻ ഓഫ് ദ റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റിസർച്ചിന്റെ ഹൈപ്പോത്തസിസ് അനുസരിച്ചിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്ത ഡാറ്റയെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നിക്സും ടൂൾസും യൂസ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് ഡാറ്റയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡാറ്റ അനാലിസിസ്.
സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസർച്ചസ് അറ്റംപ്റ്റ്സ് ആർ മെയ്ഡ് ടു എസ്റ്റാബ്ലിഷ് കോണ്ടെക്സ്റ്റ് ഫ്രീ ജനറലൈസേഷൻ? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഫിനോമിനോളജി, ഗ്രൗണ്ടഡ് തിയറി, സിംബോളിക് ഇന്ററാക്ഷനിസം, എക്സ്പെരിമെന്റൽ സ്റ്റഡീസ്. കോണ്ടെക്സ്റ്റ് ഫ്രീ ജനറലൈസേഷൻ ഏത് റിസർച്ചിന്റെ കീവേഡ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്? എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ കീവേഡ് ആണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ജനറലൈസേഷൻ എന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, എക്സ്പെരിമെന്റൽ സ്റ്റഡീസ്. ഒരു എക്സ്പെരിമെന്റൽ റിസർച്ചിൽ എന്തായിരിക്കും റിസർച്ചർ ചെയ്യുക? അവിടെ മെയിൻ ഫോക്കസ് വരുന്നത് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക എന്നതാണ്. ഇവിടെ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മറ്റ് വേരിയബിൾസിന് എന്തൊക്കെ ഇഫക്റ്റ് ആണ് വരുന്നത് എന്ന് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ നോക്കും. എന്നിട്ട് അതിന്റെ ഫൈൻഡിങ്സിനെ ജനറലൈസ് ചെയ്യും. സോ ഇവിടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, എക്സ്പെരിമെന്റൽ സ്റ്റഡീസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ കൈൻഡ് ഓഫ് സാമ്പിൾ ദാറ്റ് ഇസ് സിംപ്ലി അവൈലബിൾ ടു ദ റിസർച്ചർ ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് ആക്സസിബിലിറ്റി ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് കൺവീനിയൻസ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, വെബ് സാമ്പിളിംഗ്. ക്വസ്റ്റ്യനിൽ 2 കീവേഡ്സ് തന്നിട്ടുണ്ട്. റിസർച്ചറിന് സിമ്പിൾ ആയിട്ട് സാമ്പിൾസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ആക്സസിബിളും ആണ്. റിസർച്ചറിന് ആവശ്യമായിട്ടുള്ള സാമ്പിൾസ് റൈറ്റ് പ്ലേസിലും റൈറ്റ് ടൈമിലും അവൈലബിൾ ആവുന്ന സാമ്പിളിംഗ് മെത്തേഡിന് പറയുന്ന പേരാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. കൺവീനിയന്റ് ആയിട്ട് റിസർച്ചറിന് സാമ്പിൾസ് അവൈലബിൾ ആയിരിക്കും, ആക്സസിബിൾ ആയിരിക്കും. സോ ഇവിടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ, കൺവീനിയൻസ് സാമ്പിളിംഗ്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 തന്നിട്ടുള്ളത് റിലയബിലിറ്റി റെഫേഴ്സ് ടു വെദർ എ ടെസ്റ്റ് മെഷർ വാട്ട് ഇറ്റ് സേസ് ഇറ്റ് മെഷേഴ്സ്. സ്റ്റേറ്റ്മെന്റ് 2 തന്നിട്ടുള്ളത് വാലിഡിറ്റി റെഫേഴ്സ് ടു വെദർ ടെസ്റ്റ് കൺസിസ്റ്റന്റ്ലി yield the same or similar score. In the light of the above statements, choose the most appropriate answer from the options given below. ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ടെസ്റ്റിന്റെ വാലിഡിറ്റിയും റിലയബിലിറ്റിയും പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആക്യുറസി എന്നാണ്. എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യപ്പെടുന്നുണ്ടോ എന്നതാണ് വാലിഡിറ്റിയിൽ ചെക്ക് ചെയ്യുന്നത്. എന്നാൽ റിലയബിലിറ്റിയുടെ അർത്ഥം കൺസിസ്റ്റൻസി എന്നാണ്. അതായത് നമ്മൾ ഒരു വട്ടം ഒരു ടെസ്റ്റ് ചെയ്തു, ആ ടെസ്റ്റിന് ഒരു റിസൾട്ടും കിട്ടി, പിന്നെ സെയിം ടെസ്റ്റ് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് ആണോ വരുന്നത്, കൺസിസ്റ്റന്റ് ആണോ റിസൾട്ട് എന്നതിനെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഒരു വാലിഡ് ഇൻസ്ട്രുമെന്റ് എപ്പോഴും റിലയബിൾ ആയിരിക്കും, പക്ഷെ ഒരു റിലയബിൾ ഇൻസ്ട്രുമെന്റ് എപ്പോഴും വാലിഡ് ആകണമെന്നില്ല. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അത് വാലിഡ് ആണെന്ന്. വാലിഡിറ്റി ആക്യുറസിയുമായിട്ട് റിലേറ്റഡ് ആണ്, എന്നാൽ റിലയബിലിറ്റി പ്രിസിഷനുമായിട്ട് റിലേറ്റഡ് ആണ്, കൺസിസ്റ്റൻസുമായിട്ടാണ് റിലയബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ വാലിഡിറ്റി അസസ് ചെയ്യാൻ റിലയബിലിറ്റിനേക്കാളും ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് തന്നെ വാലിഡിറ്റിക്കാണ് മോർ വാല്യൂ ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുകൂടി ഒന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ടെസ്റ്റ് എന്താണോ സപ്പോസ് ചെയ്തിട്ടുള്ളത് മെഷർ ചെയ്യാനായിട്ട് അത് മെഷർ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് റിലയബിലിറ്റി. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ് അല്ലേ? അത് മെഷർ ചെയ്യുന്നത് എന്താണ്? വാലിഡിറ്റിയാണ് ആക്യുറസി മെഷർ ചെയ്യുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് വാലിഡിറ്റി റെഫേഴ്സ് ടു വെദർ ദ ടെസ്റ്റ് കൺസിസ്റ്റന്റ്ലി yield the same score. അതായത് സെയിം സ്കോർ തന്നെയാണ് കൺസിസ്റ്റന്റ്ലി കിട്ടുന്നത് എന്നതാണ് വാലിഡിറ്റി മെഷർ ചെയ്യുന്നത് എന്നാണ് സ്റ്റേറ്റ്മെന്റ് 2 തന്നിട്ടുള്ളത്. ഇതും ഇൻകറക്റ്റ് ആണ്. അത് റിലയബിലിറ്റി ആണ് മെഷർ ചെയ്യുന്നത്. സോ ഇവിടെ സ്റ്റേറ്റ്മെന്റ്സിൽ തന്നിട്ടുള്ള കൺസെപ്റ്റ് തിരിഞ്ഞു പോയിരിക്കുകയാണ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. റിലയബിലിറ്റി കൺസിസ്റ്റൻസിയുമായിട്ട് റിലേറ്റഡ് ആണ്, വാലിഡിറ്റി ആക്യുറസിയുമായിട്ടാണ് റിലേറ്റഡ്. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ്. അടുത്തത് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്കെയിൽസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സും തന്നിട്ടുണ്ട്. സ്കെയിൽസ് തന്നിട്ടുള്ളത് ആർബിട്രറി സ്കെയില്, തേഴ്സ്റ്റൺ സ്കെയിൽ, ലിക്കേർഡ് സ്കെയിൽ, സിമാന്റിക് ഡിഫറൻഷ്യൽ സ്കെയില്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുള്ളത് ആറ്റിറ്റ്യൂഡ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഡിസൈഡഡ് ബൈ ജഡ്ജസ്, സമ്മേറ്റഡ് റേറ്റിംഗ്സ്, consist of 7 spaces between 2 bipolar adjectives. Questions are selected on a priori basis. Choose the correct answer from the options given below. ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആറ്റിറ്റ്യൂഡിനൽ സ്കെയിൽസിനെ പറ്റിയിട്ടാണ്. അതിൽ ആദ്യത്തത് ആർബിട്രറി സ്കെയിലാണ് തന്നിട്ടുള്ളത്. ആർബിട്രറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നത് പ്രയറി ബേസിസിലാണ്. സോ എ മാച്ച് ആവുന്നത് 4ഉമായിട്ടാണ്. ഓപ്ഷൻ 4 ആയിരിക്കും അപ്പൊ കറക്റ്റ് ആൻസർ. ബാക്കി സ്കെയിൽസും കൂടി നമുക്കൊന്ന് നോക്കാം.
തേഴ്സ്റ്റൺ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് സെലക്ട് ചെയ്യുന്നത് ജഡ്ജസ് ആണ്. അതുപോലെ തന്നെ ഒരു 11 കാറ്റഗറി സ്കെയിൽ ഈ തേഴ്സ്റ്റൺ സ്കെയിൽ ഉണ്ടായിരിക്കും. അടുത്താണ് ലിക്കേർഡ് സ്കെയിൽ. ലിക്കേർഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു സമ്മേറ്റഡ് റേറ്റിംഗ് സ്കെയിലാണ്. ഇവിടെ 5 സ്കെയിൽസ് ആണ് ഉണ്ടാവുക. സ്ട്രോങ്ലി എഗ്രി, ന്യൂട്രൽ, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി. 5 സ്കെയിൽസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഇനി അടുത്തതാണ് സിമാന്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. സിമാന്റിക് ഡിഫറൻഷ്യൽ സ്കെയിലിൽ 2 ബൈപോളാർ അഡ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ 7 സ്കെയിലും ഉണ്ടായിരിക്കും. ഇത് നമ്മളുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്? ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, സ്പിയർമാൻസ് റാങ്ക് ഓർഡർ കോറിലേഷൻ, Mann-Whitney-Wilcoxon test, Kendall coefficient of concordance. Choose the correct answer from the option given below. ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ യൂസ് ചെയ്യും. ഈ ടെസ്റ്റുകളെ പാരാമെട്രിക് ടെസ്റ്റ് ആയിട്ടും നോൺ പാരാമെട്രിക് ടെസ്റ്റും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി ഓരോ ടെസ്റ്റ് ഏതിലൊക്കെയാണ് വരാൻ നോക്കാം. പാരാമെട്രിക് ടെസ്റ്റിൽ വരുന്നതാണ് ടി ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, അനോവ. ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ഗ്രൂപ്പ്സിന്റെ മീൻ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ടി ടെസ്റ്റ്. ഇവിടെ സാമ്പിൾ സൈസ് എപ്പോഴും സ്മോൾ ആയിരിക്കും. 30നേക്കാളും കുറവായിരിക്കും ഇവിടുത്തെ സാമ്പിൾ സൈസ്. ഇനി അടുത്തതാണ് സെഡ് ടെസ്റ്റ്. സെഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെയിം പേർപ്പസ് തന്നെയാണ്. ടി ടെസ്റ്റ് പോലെ തന്നെ സെയിം പേർപ്പസ് തന്നെയാണ്. 2 ഗ്രൂപ്പ്സിന്റെ മീൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സെഡ് ടെസ്റ്റ്. പക്ഷേ ഇവിടെ സാമ്പിൾ സൈസ് ലാർജ് ആയിരിക്കും. അതായത് മോർ ദാൻ 30 സാമ്പിൾ സൈസ് ആയിരിക്കും സെഡ് ടെസ്റ്റിന് ഉണ്ടാവുക. ഇനി അടുത്ത ഒരു പാരാമെട്രിക് ടെസ്റ്റ് ആണ് അനോവ. നമ്മൾ ടി ടെസ്റ്റിൽ പറഞ്ഞിരുന്നു 2 ഗ്രൂപ്പുകളുടെ മീൻ ആയിരിക്കും മെഷർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പിന്നെ 2 ഗ്രൂപ്പുകളെക്കാളും കൂടുതലായി കഴിഞ്ഞാൽ, അതായത് 3 or more ഗ്രൂപ്പ്സിന്റെ മീൻ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് അനോവയാണ്. ഇനി അടുത്തത് എഫ് ടെസ്റ്റ്. എഫ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് 2 നോർമൽ പോപ്പുലേഷന്റെ വേരിയൻസ് ഈക്വൽ ആണോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഫ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളിൽ ഏതൊക്കെ ടെസ്റ്റ് ആയിരിക്കും വരാൻ നോക്കാം. കൈ സ്ക്വയർ ടെസ്റ്റ്, വിൽകോക്സൺ റാങ്ക് സം ടെസ്റ്റ്, മാൻ-വൈറ്റ്നി യു ടെസ്റ്റ്, സ്പിയർമാൻ കോറിലേഷൻ, ക്രൂസ്കൽ വാലീസ് ടെസ്റ്റ് ഒക്കെ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ വരുന്നതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. ഇവിടെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയായിരിക്കും ഇപ്പോൾ വരിക? എയും ബിയും വരില്ല, അത് പാരാമെട്രിക് ടെസ്റ്റ് ആണ്. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ വരും, മാൻ-വൈറ്റ്നി-വിൽകോക്സൺ ടെസ്റ്റ് വരും, അതുപോലെ തന്നെ കെൻഡൽ കോഎഫിഷ്യന്റ് ഓഫ് കൺകോർഡൻസ് വരും. സോ ഇവിടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 തന്നിട്ടുള്ളത് പോസിറ്റിവിസം, ഹൈപ്പോത്തസിസ്, റിലയബിലിറ്റി, നോം. ലിസ്റ്റ് 2 തന്നിട്ടുള്ളത് ആവറേജ് സ്കോർ, കൺസിസ്റ്റൻസി ഓഫ് ദ സ്കോർ, ടെന്റേറ്റീവ് ആൻസർ ടു ദ പ്രോബ്ലം, എപ്പിസ്റ്റമോളജിക്കൽ പൊസിഷൻ. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. പോസിറ്റിവിസത്തിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? അത് ചില റൂൾസ് ഫോളോ ചെയ്യും. സയന്റിഫിക് മെത്തേഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സയന്റിഫിക് മെത്തേഡിലൂടെ നമുക്ക് വെരിഫയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് നോളജ് ആയിട്ട് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നതാണ് പോസിറ്റിവിസത്തിൽ പറയുന്നത്. സോ എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് നോളജ് ആണ്. സ്റ്റഡി ഓഫ് നോളജ് പോസിറ്റിവിസവുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ എ മാച്ച് ആകുന്നത് 4ഉമായിട്ടാണ്. സോ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടി ഒന്ന് നോക്കാം. അടുത്തതാണ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു പ്രോബ്ലത്തിന് പറ്റിയിട്ടുള്ള ഒരു ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഹൈപ്പോത്തസിസ്. പിന്നെ വരുന്നത് റിലയബിലിറ്റി ആണ്. റിലയബിലിറ്റി നമ്മൾ പറഞ്ഞതാണ്, അത് കൺസിസ്റ്റൻസിയുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. നോംസ് എന്ന് പറഞ്ഞാൽ ആവറേജ് സ്കോർ ആണ്. സോ ഇവിടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഒരു അസേർഷൻ റീസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷനിൽ കൊടുത്തിട്ടുള്ളത് causal relationship between the independent variable and the dependent variable cannot be established beyond doubt if the research fails to control the conditions. Reason ആയിട്ട് കൊടുത്തിട്ടുള്ളത് a set of confounding variables are likely to influence the value of the dependent variable if they are not controlled by the researcher. Causal relationship ഏത് റിസർച്ചിൽ വരുന്നതാണ്? എക്സ്പെരിമെന്റൽ റിസർച്ചിൽ വരുന്നതാണ്. എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ്
വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അവിടെ എക്സ്ട്രോണിയസ് വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അസേർഷൻ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി അടുത്തത് അവിടുത്തെ റീസൺ സ്റ്റേറ്റ്മെന്റ് ആണ്. റീസൺ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ഒരു സെറ്റ് ഓഫ് കൺഫൗണ്ടിങ് വേരിയബിൾസ് ഉണ്ടാവും. ആ വേരിയബിൾസും ഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തണം. കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിളിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. എക്സ്ട്രോണിയസ് വേരിയബിൾ ഇൻഫ്ലുവൻസ് ആവുമ്പോൾ അതിന് പറയുന്ന പേരാണ് കൺഫൗണ്ടിങ് വേരിയബിൾ. അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ റീസൺ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അസേർഷൻ സ്റ്റേറ്റ്മെന്റും റീസൺ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ റീസൺ സ്റ്റേറ്റ്മെന്റ് എയുടെ അസേർഷൻ സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടിയാണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇസ് ഇംപ്രഷനിസ്റ്റിക് ആൻഡ് സബ്ജക്റ്റീവ്. സ്റ്റേറ്റ്മെന്റ് 2 quantitative research has a higher level of possibility of generalizing the findings. In the light of above statement, choose the correct answer from the options given below. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് പറയുന്നത്? ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ റിസർച്ചറിന്റെ ഇംപ്രഷൻ അനുസരിച്ചിരിക്കും അതിന്റെ റിസൾട്ട്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ് 2 ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനാണ് ഹയർ പോസിബിലിറ്റി ഉള്ളത്. ഫൈൻഡിങ്സ് ജനറലൈസ്ഡ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ്. സോ ഇവിടെ ആൻസർ വരെ ഓപ്ഷൻ 2 ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ റിസർച്ചർ ഹാസ് ടു ടെസ്റ്റ് എ ഹൈപ്പോത്തസിസ് whether the difference between the mean of two groups are significant, he or she will use എന്നിട്ട് ഓപ്ഷൻസ് തന്നിരിക്കുകയാണ്. കൈ-സ്ക്വയർ ടെസ്റ്റ്, കോറിലേഷൻ കോഎഫിഷ്യന്റ്, സൈൻ ടെസ്റ്റ്, സ്റ്റുഡൻസ് ടി ടെസ്റ്റ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു റിസർച്ചർ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ രണ്ട് ഗ്രൂപ്പ്സിന്റെ മീന് സിഗ്നിഫിക്കൻ്റ് ആണോ, അവരുടെ ഡിഫറൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടെസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുക എന്നതാണ്. നമുക്കറിയാം ഏത് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുക? ടി ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുക. രണ്ട് ഗ്രൂപ്പ്സിന്റെ മീന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടി ടെസ്റ്റാണ് യൂസ് ചെയ്യുക. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ, സ്റ്റുഡൻസ് ടി ടെസ്റ്റ്. ബാക്കി വരുന്ന ഓപ്ഷൻസ് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ ആദ്യം വന്നത് കൈ-സ്ക്വയർ ടെസ്റ്റ് ആണ്. കൈ-സ്ക്വയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ-സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യുക. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കൈ-സ്ക്വയർ ടെസ്റ്റിൽ മെഷർ ചെയ്യുന്നത്. പിന്നെ വന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് സൈൻ ടെസ്റ്റ്. സൈൻ ടെസ്റ്റ് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. രണ്ട് ഗ്രൂപ്പിന്റെ ഈക്വൽ സൈസ് ആണോ വരുന്നത് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, സ്റ്റുഡൻസ് ടി ടെസ്റ്റ്. ഇനി അടുത്തതും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് സാമ്പിൾ സൈസ് ഫോർ ക്വാളിറ്റേറ്റീവ് റിസർച്ച് വേരി ബൈ ടെക്നിക് ബട്ട് ആർ ജനറലി സ്മോൾ. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് qualitative research involves non-probability sampling. In the light of the above statement, choose the correct answer from the options given below. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് പറഞ്ഞത്? ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ സാമ്പിൾ സൈസ് സ്മോൾ ആയിരിക്കും. ഇത് ശരിയാണല്ലേ? കറക്റ്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിലാണ് സാമ്പിൾ സൈസ് ലാർജ് ആവുക. ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് സാമ്പിൾ സൈസ് സ്മോൾ ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 ഒന്ന് നോക്കാം. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്യുക. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിലാണ് നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് യൂസ് ചെയ്യുക. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് തന്നെയാണ് യൂസ് ചെയ്യുക. സോ ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രോങ് ഹൈപ്പോത്തസിസ്? ഹൈപ്പോത്തസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആഡിക്വേറ്റ് ഫോർ ഇറ്റ്സ് പേർപ്പസ്, potentially testable, presently testable, better than its rival hypothesis, unrelated to the theory. Choose the correct answer from the options given below. ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പേർപ്പസിന് മാച്ച് ആവുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഹൈപ്പോത്തസിസിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ടെസ്റ്റബിൾ ആയിരിക്കണം.
സോ ആഡിക്വേറ്റ് ഫോർ ഇറ്റ്സ് പേർപ്പസും അതുപോലെ തന്നെ പ്രസന്റ്ലി ടെസ്റ്റബിളും ഹൈപ്പോത്തസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി ബാക്കി കൂടി നമുക്കൊന്ന് നോക്കാം. അതിൽ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കി നോക്കിയേ, അൺറിലേറ്റഡ് ടു ദ തിയറിയുമായിട്ട് അൺറിലേറ്റഡ് ആവും ഒരു ഹൈപ്പോത്തസിസ്, അത് തെറ്റാണ്. സോ ഓപ്ഷൻ സിയും ഡിയും എന്തായാലും വരില്ല, അത് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി വരുന്ന ഓപ്ഷൻ ഏതാണ്? ബി ആണ് അപ്പോൾ അവിടുത്തെ കറക്റ്റ് ആൻസർ. സോ ഒരു സ്ട്രോങ് ഹൈപ്പോത്തസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് ആഡിക്വേറ്റ് ഫോർ ഇറ്റ്സ് പേർപ്പസ് ആയിരിക്കണം, പ്രസന്റ്ലി ടെസ്റ്റബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ ബെറ്റർ ദാൻ ഇറ്റ്സ് റൈവൽ ഹൈപ്പോത്തസിസ് ആയിരിക്കണം. അടുത്തത് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തിയറീസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അത് ആരാണ് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നതും തന്നിട്ടുണ്ട്. തന്നിട്ടുള്ള തിയറീസ് ഗ്രൗണ്ടഡ് തിയറി, ക്രിട്ടിക്കൽ ഡിസ്ക്ലോഷർ അനാലിസിസ്, തീമാറ്റിക് അനാലിസിസ്, എത്തനോഗ്രാഫിക് കണ്ടന്റ് അനാലിസിസ്. ഇതെല്ലാം ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്ന തിയറീസ് ആണ്. ഇനി നമുക്ക് ഇതാരെ പ്രൊപ്പൗണ്ട് ചെയ്തേന്ന് നോക്കാം. ഗ്രൗണ്ടഡ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത് ഗ്ലാസർ ആൻഡ് സ്റ്റെറസ് ആണ്. അപ്പോൾ A3യുമായിട്ടാണ് മാച്ച് ആവുന്നത്. ഓപ്ഷൻ 4 ആയിരിക്കും അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ബാക്കി ഓപ്ഷൻസും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്രിട്ടിക്കൽ ഡിസ്ക്ലോഷർ അനാലിസിസ് ഡെവലപ്പ് ചെയ്തത് ഫുക്കുൽത്ത് ആണ്. തീമാറ്റിക് അനാലിസിസ് ഡെവലപ്പ് ചെയ്തത് ബ്രൗൺ ആൻഡ് ക്ലർക്ക് ആണ്. അതുപോലെ തന്നെ എത്തനോഗ്രാഫിക് കണ്ടന്റ് അനാലിസിസ് ഡെവലപ്പ് ചെയ്തത് അത്ലൈഡ് ആണ്. സോ ഇവിടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. Scientists should put aside their personal belief and biases and see the world as it really is. Which one of the following philosophical positions supports the above statements? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് കൺസർവേറ്റിസം, ഇൻഡക്റ്റിവിസം, പോസിറ്റിവിസം, പോസ്റ്റ് പോസിറ്റിവിസം. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? സയന്റിസ്റ്റുകൾ അവരുടെ പേഴ്സണൽ ബിലീഫും ബയാസസും എല്ലാം തള്ളിക്കളഞ്ഞിട്ട് റിയാലിറ്റിയുമായിട്ട് ബേസ് ചെയ്തിട്ട് വേണം അവരുടെ ഫൈൻഡിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഏത് ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പോസിറ്റിസവുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ആന്ത്രോപോളജിക്കൽ റിസർച്ച്? ആന്ത്രോപോളജിക്കൽ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് കേസ് സ്റ്റഡി മെത്തേഡ്, എത്തനോഗ്രാഫിക് മെത്തേഡ്, ലൈഫ് ഹിസ്റ്ററി മെത്തേഡ്, സർവേ മെത്തേഡ്. ഇവിടെ ആന്ത്രോപോളജിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ചോദിച്ചിട്ടുള്ളത്. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ പീപ്പിളിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ആന്ത്രോപോളജി. ബയോളജിക്കലിയും കൾച്ചറലിയും ഹ്യൂമൻ കണ്ടീഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ആന്ത്രോപോളജി. സോ ആന്ത്രോപോളജിയിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എത്തനോഗ്രാഫിക് റിസർച്ച് ആണ്. ഈ റിസർച്ചിൽ നമ്മൾ കൾച്ചറിനെ പറ്റിയിട്ടും സോഷ്യൽ ഗ്രൂപ്പുകളെ പറ്റിയിട്ടും പാർട്ടിസിപ്പൻസിന്റെ ഒബ്സർവേഷനെ പറ്റിയിട്ടൊക്കെയാണ് പഠിക്കുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം സെക്കൻഡ് ഓപ്ഷൻ ആണ് എത്തനോഗ്രാഫിക് മെത്തേഡ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് UGC നെറ്റ് പേപ്പർ 1 വരുന്ന റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന യൂണിറ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2021 വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്തത്. UGC നെറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.